കഴിഞ്ഞ ആഴ്ച ഓണത്തിന് റിലീസായ സിനിമകളെക്കുറിച്ചുള്ളൊരു വിലയിരുത്തലാണ് കിഷ്കിന്ധാകാന്ഡം, ARM പോലെയുള്ള സിനിമകളെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലും എൻ്റെ മാത്രം വ്യക്തിപരമായ അഭിപ്രായങ്ങളും ചില കമ്പാരിസണുകളും കണ്ടെത്തലുകളും ഒക്കെയാണ് ഈ വീഡിയോയുടെ കണ്ടന്റ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ചെയ്യുന്ന വീഡിയോ ആണ്. ആദ്യമേ പറയട്ടെ, വീഡിയോ ക്ലാരിറ്റി അല്പം കുറവാണ്. എന്താണെന്നറിയില്ല, ഫ്രണ്ട് ക്യാമറയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അടുത്ത വീഡിയോ ആകുമ്പോഴേക്കും അത് ഞാൻ പരിഹരിക്കുന്നതാണ്. എന്തായാലും സൗണ്ട് ക്ലാരിറ്റിക്ക് തകരാറൊന്നും ഇല്ലാത്തതിനാൽ വീഡിയോ അവസാനം വരെ നിങ്ങളെല്ലാവരും കാണുക. കിഷ്കിന്ധാകാന്ഡത്തെക്കുറിച്ചും ഓണത്തിന് റിലീസായ സിനിമകളെ ARMനെ കുറിച്ചുമൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ രണ്ടാം വാരത്തിലേക്ക് കടക്കുകയാണ്. സൂപ്പർ സ്റ്റാറുകളുടെ പടങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഓണമായിരുന്നു. മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും പടങ്ങൾ ആണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും ഓണത്തിന് ഉണ്ടാവാറ്. ചിലപ്പോൾ ഒന്നും രണ്ടുമൊക്കെ പടങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ മലയാള സിനിമ ഒരു പ്രതിസന്ധി നേരിടുന്ന ഒരു സമയമായിട്ടും ഈ സമയത്ത് ഈ ഓണക്കാലത്ത് റിലീസായ പടങ്ങൾ കിഷ്കിന്ധാകാന്ഡം, ARM, ബാഡ് ബോയ്സ്, കൊണ്ടൽ പോലുള്ള പടങ്ങളാണ്. അതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പടങ്ങളെക്കുറിച്ച് തന്നെയാണ് ഞാനും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി കിഷ്കിന്ധാകാന്ഡം എന്ന പടം ത്തെക്കുറിച്ച് പറയാം. കിഷ്കിന്ധാകാന്ഡം ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ പടമാണ്. വിജയരാഘവനും ആസിഫ് അലിയും ഒക്കെ മത്സരിച്ച് അഭിനയിച്ച ഈ പടം മലയാളികൾ ഏറെ ഇഷ്ടപ്പെട്ടു നെഞ്ചേറ്റി കഴിഞ്ഞിരിക്കുകയാണ്. അത് വൻ വിജയത്തിലേക്ക് നാൾക്കുനാൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എക്സ്ട്രാ ഷോസും കാര്യങ്ങളുമൊക്കെ ആയിട്ട് എല്ലാ മേജർ കേന്ദ്രങ്ങളിലും. ഈ പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചില രസകരമായ കാര്യങ്ങൾ ആദ്യമേ തന്നെ പറയട്ടെ. ഒരുപക്ഷെ നിങ്ങൾ ആരും തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ലാത്ത ചില കാര്യങ്ങൾ. പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലാക്കാം. സ്പോയിലേഴ്സ് ഒന്നും ഞാൻ പറയുന്നില്ല, പടം കാണാത്തവരാണെങ്കിലും. ഇത് ഒരു ഡീപ്പ് സൈക്കോളജിക്കൽ സൈക്കോ ത്രില്ലറാണ്. അതായത് മുന്നറിയിപ്പ് പോലെ അല്ലെങ്കിൽ ഉടൽ പോലെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ ഇതിൽ അഭിനയിച്ചിട്ടുള്ളൂ. 4-5 കേന്ദ്ര കഥാപാത്രങ്ങളാണ്. എല്ലാവരും മിസ്റ്ററി, നിഗൂഢമായ ക്യാരക്ടേഴ്സാണ്. വിജയരാഘവനായാലും ആസിഫ് അലി ആയാലും നിഴൽകൽ രവി ആയാലും ഇതിൽ കൊച്ചുകുട്ടിയായാലും ഇതിൽ നിഗൂഢത ഇല്ലാത്ത ക്യാരക്ടർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നിഗൂഢതകൾ പുറത്തു കൊണ്ടുവരുവാൻ ഏറെ പണിപ്പെടുന്ന നായിക അർച്ചന ചെയ്യുന്ന കഥാപാത്രത്തിന് മാത്രം കാര്യമായ നിഗൂഢതകളോ മിസ്റ്ററികളോ ഒന്നുമില്ല. ബാക്കി എല്ലാവരും അവരുടെ ക്യാരക്ടർ റിവീലാവുന്നത്, ഉള്ളിയുടെ തൊലി അറിയുന്നത് പോലെ അവരുടെ ക്യാരക്ടർ, അവരുടെ റിയാലിറ്റി ക്യാരക്ടർ റിവീലാവുന്നതാണ് ഇതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത്. മറ്റൊരു രസകരമായ കാര്യം എന്താണെന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ആരും പറഞ്ഞും കേട്ടിട്ടില്ല, ഈ പടത്തിൽ കിഷ്കിന്ധാകാന്ഡത്തിൽ വീട് ഒരു കേന്ദ്ര കഥാപാത്രമാണ്. ഈ വീട്ടിലകത്ത രംഗങ്ങളാണ് മെജോറിറ്റിയും. ഈ വീട് ഇതുപോലെ ഉപയോഗപ്പെടുത്തിയ മറ്റൊരു പടം, ഒരു വീട്ടിൻ്റെ അകത്ത് തന്നെ മെജോറിറ്റി രംഗങ്ങളും ഷൂട്ട് ചെയ്ത മറ്റൊരു പടം ഈ അടുത്ത കാലത്ത് കളിച്ചിട്ടുണ്ട്. ആ പടത്തിലും ഈ പടത്തിലും ഒരേ വീടാണ് എന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ വീഡിയോയിലെ ഒരു സസ്പെൻസ്, എന്തെങ്കിലും ഒരു സസ്പെൻസ് നമ്മുടെ വീഡിയോയിലും വേണമല്ലോ, അത്രയും വലിയ സിനിമകളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ശ്രദ്ധിക്കാൻ വളരെ പ്രയാസമാണ്. ഞാൻ കിഷ്കിന്ധാകാന്ഡം 2 വട്ടം കണ്ടിട്ടും എനിക്ക് ആ കാര്യം മനസ്സിലായില്ല. മറ്റൊരു സ്രോതസ്സിൽ നിന്നും, ഒരു പത്രത്തിൽ നിന്നും, അതിൻ്റെ തിരക്കഥാകൃത്തുമായിട്ടുള്ള ഇൻ്റർവ്യൂവിലാണ് ഞാൻ ഇന്ന് ഈ ഞായറാഴ്ച ഈ കാര്യം മനസ്സിലാക്കിയത്. അത് മലയാള മനോരമയുടെ സൺഡേ സപ്ലിമെൻറ്റിൽ ഇതിൻ്റെ തിരക്കഥാകൃത്തും DOPയും ക്യാമറയും ചെയ്തിട്ടുള്ള വ്യക്തി, പേര് ഞാൻ ഓർക്കുന്നില്ല, മൂപ്പരാണ് ഇത് പറയുന്നത് ആ ഇൻ്റർവ്യൂവിൽ. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട, ഏറെ രസികനായ മറ്റൊരു പടമായിരുന്നു ഭ്രമയുഗം. ഈ അടുത്ത് കളിച്ചു പോയ മമ്മൂട്ടിയുടെ ഹൊറർ ഫാൻറ്റസി ഇനത്തിൽപ്പെട്ട ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഇന്ത്യയിൽ തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പടം. ആ പടത്തിലും ഇതുപോലെ കുറഞ്ഞ ക്യാരക്ടേഴ്സേ ഉണ്ടായിട്ടുള്ളൂ. എല്ലാവരും നിഗൂഢത ഒളിപ്പിച്ചു വെച്ചവരായിരുന്നു. മൊത്തം നിഗൂഢതയാണ്. യക്ഷിയായാലും പാണനായാലും കൊടുമൺ പോറ്റിയായാലും പിന്നെ ചാത്തൻ, അങ്ങനെ കുറേ ഫാൻറ്റസിയൊക്കെ മിക്സ് ചെയ്തൊരു ഗംഭീര പടം തന്നെയായിരുന്നു ഭ്രമയുഗത്തിലെ അതേ വീട്. പിന്നെ ഇവർ കഴിഞ്ഞാൽ നിഗൂഢത ഒളിപ്പിച്ച് വെച്ച ആ വീട് തന്നെയാണ് കിഷ്കിന്ധാകാന്ഡത്തിലെ വീടും എന്നുള്ളത് പലരും ശ്രദ്ധിച്ച് കാണില്ല എന്ന് കരുതുന്നു. ഞാൻ 2 വട്ടം കണ്ടിട്ടും ശ്രദ്ധിച്ചില്ല. ഇന്ന് പത്രം വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതുപോലുള്ള ചില കാര്യങ്ങൾ, അതായത് കൊടുമൺ പോറ്റിയെ പോലെ തന്നെ വളരെ നിഗൂഢമായ ഒരു ക്യാരക്ടറാണ് അപ്പുപിള്ള എന്ന വിജയരാഘവൻ ചെയ്യുന്ന, NN പിള്ളയുടെ മകനായ, എനിക്ക് തോന്നുന്നു വിജയരാഘവൻ്റെ ശരിയായ പേര് അരവിന്ദാക്ഷൻ പിള്ള എന്നാണ്. അരവിന്ദാക്ഷൻ പിള്ളയാണ് അപ്പുപിള്ളയായി സൂപ്പറായി. സത്യം പറഞ്ഞാൽ ചില നടന്മാർ മോഹൻലാലിനെ കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വിരലുകൾ പോലും അഭിനയിക്കുമെന്നൊക്കെ
ഫാൻസും ക്രിട്ടിക്സൊക്കെ പറഞ്ഞു കേട്ടതുപോലെ ഇതിൽ വിരലുകൾ പോലും അഭിനയിക്കുന്നതിൻ്റെ കൈകാൽ വിരലുകൾ പോലും ആ സമ്മർദ്ദം താങ്ങാനാവാതെ നമ്മളിങ്ങനെ ഇതാവില്ലേ ആ ഒരു സംഭവം അത് നിങ്ങൾക്ക് പടം കണ്ടാൽ മനസ്സിലാവും. അതിൻ്റെ ക്ലോസപ്പ് ഷോട്ട്സ് കൈകാൽ വിരലുകളിൽ എക്സ്ട്രീം സമ്മർദ്ദം, അതും ഒരു പ്രത്യേക രോഗത്തിനടിമയായ ഒരു വ്യക്തിയുടെ ആ മാനസിക സംഘർഷങ്ങൾ അതിസൂക്ഷ്മമായി തന്നെ വിജയരാഘവൻ ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. വിജയരാഘവൻ എനിക്ക് തോന്നുന്നു നാടകത്തിൽ നിന്നും വന്ന മറ്റു പല നടന്മാരെയും പോലെ തിലകൻ, രാജൻ പി ദേവ്, ഇവൺ എൻ എൻ പിള്ള, വിജയരാഘവൻ്റെ അച്ഛനെ നമ്മൾ അറിയുന്നത് അഞ്ഞൂറാൻ എന്ന ആ ഒരു ഗോഡ് ഫാദർ എന്ന ഒരൊറ്റ സിനിമയിലൂടെയാണ്. എന്ന് പറഞ്ഞ പോലെ ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് വിജയരാഘവൻ എന്ന് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നി. കാരണം പറയുകയാണെങ്കിൽ വിജയരാഘവൻ ഇപ്പോൾ പൂക്കാലം എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഇപ്പോൾ ജസ്റ്റ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതേ ഉള്ളൂ. അതിൽ 100 വയസ്സുള്ള ഒരാളായിട്ടാണ് അത്ര അഭിനയിച്ചിട്ടുള്ളത്. ഞാൻ പടം കണ്ടിട്ടില്ല, മറ്റു പല മലയാളികളും പടം കണ്ടിട്ടില്ല. പടം തിയേറ്ററിൽ വന്നിട്ടുണ്ടോയെന്ന് ഓർമ്മയില്ല, കമേഴ്ഷ്യലി അതങ്ങനെ. പക്ഷേ ആ പടത്തിലെ എന്തായാലും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചത് കൊണ്ടായിരിക്കണം ബെസ്റ്റ് സഹനടനുള്ള അവാർഡാണ് കിട്ടിയത്, സ്റ്റേറ്റ് അവാർഡ് സഹനടൻ. മീൻസ് സ്റ്റേറ്റ് അവാർഡ്സ്, നാഷണൽ അവാർഡ്സൊക്കെ പിന്നെ ഡിസേർവ് ചെയ്യുന്ന ഒരു ആക്ടറാണ് ഈ മിസ്റ്റർ വിജയരാഘവൻ എന്ന് പറയാതെ വയ്യ. അതുപോലെ തന്നെ പിന്നെ ആസിഫ് അലി ഒരു ചോക്ലേറ്റ് ഒരു ജോബിയൽ ടൈപ്പായിട്ടുള്ള സംഭവം അല്ലാതെ ആസിഫ് അലിയിൽ മറ്റൊരു പിന്നെ ഒരു പവർഫുൾ ആൻഡ് റിസ്ക് ടേക്കിംഗ് ആയിട്ടുള്ള ഒരു പിന്നെ നടൻ, ഒരു ആക്ടർ ഉണ്ട് എന്നുള്ള കാര്യം ആസിഫ് അലിൻ്റെ കഴിഞ്ഞ കുറേ പടങ്ങൾ, ഇപ്പോൾ ലെവൽ ക്രോസ് എന്ന് പറയുന്ന പടം നല്ല പടമായിരുന്നു. അതും ഇതുപോലെ കമേഴ്ഷ്യലി ശ്രദ്ധിക്കപ്പെട്ടില്ല, ആരും കണ്ടില്ല. ഞാൻ കണ്ടിരുന്നു, അധികം ആരും കണ്ടില്ല, അധികം ഓടിയില്ല. അത് ജിത്തു ജോസഫ് നിർമ്മിച്ച ഒരു പടമായിരുന്നു, ഒരു പുതുമുഖ സംവിധായകൻ. അതിൽ 3 പേരേ ഉള്ളൂ, ആസിഫ് അലി, അമല പോൾ ആൻഡ് ഷറഫ്. അത് വളരെ ട്വിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റിനെ കൊണ്ട് ഏറും കളിയാണ്, കണ്ണൂർ ഭാഷയിൽ പറഞ്ഞാൽ മൊത്തം ട്വിസ്റ്റാണ്. അവസാനമാകുമ്പോഴേക്കും നമ്മൾ തന്നെ ട്വിസ്റ്റാവും. അങ്ങനത്തെ ഒരു പടമായിരുന്നു ലെവൽ ക്രോസ്. 3-4 പേരേ ഉള്ളൂ. നല്ല രസമുള്ള, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പടമാണ്. അതുപോലെ അമിഗോസ്, അഡിഗോസ്. തലവൻ എനിക്ക് കാണാൻ പറ്റിയില്ല, തലവൻ ഭയങ്കര കമേഴ്ഷ്യൽ സക്സസ് ആയ പടമാണ്, അതെനിക്ക് കാണാൻ പറ്റിയില്ല. പക്ഷേ അധികം സക്സസ് ആവാത്ത പടങ്ങളായിരുന്നു അഡിഗോസും അതുപോലെ പിന്നെ ഈ ലെവൽ ക്രോസും. അതിനുശേഷം ഇപ്പോൾ ഈ കിഷ്കിന്ദ കാണ്ഡം കൂടി കണ്ടപ്പോൾ ഈ ആസിഫ് അലിൻ്റെ ക്യാരക്ടർ നായകൻ ശരിക്ക് അപ്പപ്പിള്ളയാണോ അല്ലെങ്കിൽ ഈ ആസിഫ് അലിൻ്റെ അജയനാണോ എന്ന് സംശയിക്കുന്ന രീതിയിൽ അപ്പപ്പിള്ള മുന്നേറിയിട്ടുണ്ടെങ്കിലും ആസിഫ് അലിൻ്റെ ആ പക്വതയാർന്ന മെച്ചുവറായിട്ടുള്ള വളരെ സബ്റ്റിലായിട്ട് ചെയ്ത ആ റോള് വളരെ നന്നായി തന്നെ അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ക്യാരക്ടറും റിവീൽ ആവുന്ന പോലെ ലാസ്റ്റ് ആൻറ്റി ക്ലൈമാക്സിൽ ആസിഫ് അലിൻ്റെ അജയൻ്റെ മിസ്റ്ററി റിവീൽ ആവുമ്പോഴും പിന്നെ ആ അച്ഛ എന്ന് പറഞ്ഞ് ലാസ്റ്റ് അച്ഛനായി അപ്പപ്പിള്ളനെ കെട്ടിപ്പിടിക്കുന്ന ആ ഒരു രംഗത്തിലൊക്കെ കയ്യടിയായിരുന്നു തിയേറ്ററിൽ. അതുവരെ അടക്കിപ്പിടിച്ച ആ ഒരു ഇത് പ്രേക്ഷകർ കയ്യടിയിലൂടെ വന്നപ്പോൾ സത്യത്തിൽ കണ്ണു നിറഞ്ഞു പോകുന്ന രംഗങ്ങളാണ്. ഇതിൻ്റെ ക്ലൈമാക്സിൽ ഈ അർച്ചന കുറേ ഷെർലക് ഹോംസ് കളിയൊക്കെ കളിക്കുന്നുണ്ടെങ്കിലും അവസാനം പറയുന്നുണ്ട് ഈ ഫാമിലിയിൽ മൊറാലിറ്റിയേക്കാൾ ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വല്ലാത്ത ബോണ്ടേജ് ഉണ്ട്. ഈ അച്ഛൻ, മകൻ്റെ മകൻ, 3 തലമുറയാണ്, ചെറിയ കുട്ടിയുണ്ട്. ആ ഒരു ഇതിലേക്ക് ഞാനും ഇപ്പോൾ വന്നു എന്ന് അർച്ചന പറയുന്നുണ്ട്. അത് സത്യം പറഞ്ഞാൽ ദൃശ്യത്തിനോടും ഒരു ചെറിയ കമ്പാരിസൺ എനിക്ക് തോന്നി. ഇതൊക്കെ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ എൻ്റെ മാത്രം തോന്നലുകളാവാം. ഫിലിം മേക്കേഴ്സ് എങ്ങനെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അതായത് സ്ക്രിപ്റ്റ് ബാഹുൽ രമേഷ് എന്നങ്ങനെ മൂപ്പര് പേര്. ബാഹുൽ രമേഷ് സ്ക്രിപ്റ്റ് എഴുതിയതും ക്യാമറ ചലിപ്പിച്ചതും മൂപ്പര് ലോക്ക്ഡൗൺ സമയത്താണ് ഈ സ്ക്രിപ്റ്റ് എഴുതിയത്രേ. ലോക്ക്ഡൗണിൻ്റെ ഒരു മൂഡ് നന്നായി കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ലോക്ക്ഡൗൺ സമയത്ത് വളരെ ഡീപ്പായി ഇൻവോൾവ് ആയിട്ട് എഴുതിയ തിരക്കഥയാണ്. ക്യാമറയും അതിമനോഹരമായിട്ടുണ്ട്, അതുപോലെ തന്നെ BGM. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ 3 തലമുറയിൽപ്പെട്ട ഇവരെ ബോണ്ടേജിന് വേണ്ടിയിട്ടൊരു ക്രൈമിനെ ഹൈഡ് ചെയ്യുക, കവറപ്പ് ചെയ്യുക എന്ന് പറയുന്ന സംഭവം, ഫാമിലി ഫസ്റ്റ് മൊറാലിറ്റി നെക്സ്റ്റ് എന്നുള്ള ഒരു സംഭവം ആദ്യം കൊണ്ടുവന്നത് ദൃശ്യമാണ്. അത് സൊസൈറ്റിയിലടക്കം വലിയ ചലനങ്ങളും അതുപോലുള്ള കോപ്പി അടിക്കാൻ ശ്രമിച്ച് നടന്ന ക്രൈമുകളെല്ലാം നോക്കുമ്പോൾ അതേ ഒരു അണ്ടർ ടോൺ ഇതിലും നമുക്ക് കണ്ടെത്താവുന്നതാണ് എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. അതായത് ക്രൈം ഹൈഡ് ചെയ്യുന്നതും എവിഡൻസ് നശിപ്പിക്കുന്നതും കവറപ്പ് ചെയ്യുന്നതും സ്വന്തം നിലനിൽപ്പിന് വേണ്ടി, സ്വന്തം സേഫ്റ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി എന്നുള്ള സംഭവം ദൃശ്യത്തിലും കിഷ്കിന്ദ കാണ്ഡത്തിലും നമുക്ക് പാരലായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ അതൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ബാഹുൽ രമേഷ്, പിന്നെ ദിൻജിത്ത് അയ്യത്താൻ എന്ന് പറയുന്ന ഡയറക്ടർ, 2ാമത്തെ പടമാണ്, വളരെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പറയാണ്ട് വയ്യ. നീൽകൽ രവിൻ്റെയൊക്കെ സസ്പെൻസ് റിവീലാകുന്ന നമ്മളിങ്ങനെ വൗവടിച്ചു പോകുന്ന
ഒരു മൊമെൻ്റാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ച് പടം കണ്ടിട്ട് ഞാൻ പറഞ്ഞിട്ട് പടം കണ്ട് ബാംഗ്ലൂരിൽ നിന്ന്, നല്ല പടം, ബെസ്റ്റ് ആക്ടിങ്, ബെസ്റ്റ് ഡയറക്ഷൻ, ബെസ്റ്റ് ഇത്, പക്ഷേ ഇത്രത്തോളം ഹൈപ്പിനൊന്നും ഇല്ല എന്ന് വെച്ചാൽ ഹൈപ്പ് ഇവർ കൊടുത്തിട്ടില്ല. ഇതിൻ്റെ മേക്കേഴ്സ് ഇന്ന് പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പ്രൊമോഷൻ ചെയ്യാനൊന്നും നമ്മളതിൽ ബഡ്ജറ്റ് ഇല്ലായിരുന്നു, പടത്തിന് വേണ്ടിയായിരുന്നു നമ്മൾ മാക്സിമം ബഡ്ജറ്റ് മൊത്തം ചിലവാക്കിയത്. പ്രൊമോഷൻ ഇപ്പോൾ ചെയ്യുന്നത് പ്രേക്ഷകരാണ്. ഹൈപ്പ് കൊടുക്കുന്നത് ഇപ്പോൾ റിലീസായതിനു ശേഷം മറ്റ് പല പടങ്ങളെയും 4 പടങ്ങളെ കൂട്ടത്തിൽ മലയാളി പ്രേക്ഷകർ യെസ് ഓക്കെ ഗുഡ് എന്ന് ജസ്റ്റ് ഓക്കെ ഗുഡ് മൂവി എന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. മലയാളി പ്രേക്ഷകരുടെ ഒരു ഗുഡ് എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി ചെക്ക് പാസ്സായതുപോലെയാണെന്ന് നമുക്ക് ചിലപ്പോൾ പറയേണ്ടി വരും. ബിക്കോസ് അത്രക്ക് റിഫൈൻഡ് ആണ് മലയാളി ഓഡിയൻസ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിലൊരു അംഗമാണ് ഞാൻ കാണുന്നത്, നിങ്ങളൊക്കെ. അപ്പോൾ അതിന് ARMനെ കുറിച്ച് പറയാം. ARM കണ്ടു. ARM അജയൻ്റെ രണ്ടാം മോഷണം, ടോവിനോ തോമസ് എന്ന നടൻ്റെ 50ാമത്തെ സിനിമ, 3D സിനിമ. ടോവിനോ 3 വേഷങ്ങളിൽ, കേളുവായിട്ടും മണിയനായിട്ടും അജയനായിട്ടും. അജയൻ തന്നെയാണ് രണ്ട് പ്രൊട്ടഗോണിസ്റ്റ്. കിഷ്കിന്ധാകാണ്ഡത്തിലെ ആസിഫ് അലിൻ്റെയും ഇതിലെ ടോവിനോൻ്റെ ലീഡ് റോള് ആയിട്ട് ചെയ്യുന്ന അജയൻ തന്നെയാണ് അജയൻ. അപ്പോൾ ഈ അജയനായിട്ട് ഈ 3 വേഷങ്ങളിലെ വേഷപ്പകർച്ച ടോവിനോ തോമസ് നന്നായി മെനക്കെട്ടിട്ടുണ്ട്, നന്നായി ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി. ശരിക്കും പറഞ്ഞാൽ മറ്റൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞിരുന്നു, കിഷ്കിന്ധാകാണ്ഡം നിങ്ങൾ ഒരു പടമായി തിയേറ്ററിൽ നിന്ന് കാണുന്നുള്ളൂ എങ്കിൽ ഈ ഓണത്തിന് ഫാമിലി ആയിട്ട് നിങ്ങൾ കാണേണ്ടത് അജയൻ്റെ രണ്ടാം മോഷണമാണ്, ARM ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഒരു 3D ഫിലിമാണ്. അത് തിയേറ്ററിൽ നമുക്ക് വീട്ടിലിരുന്ന് OTTയിൽ വരുന്ന അങ്ങനെ കാണാൻ പറ്റില്ല. പിന്നെ അതൊരു മെഗാ മാസ് ബഡ്ജറ്റ്, ഒരു വലിയ ക്യാൻവാസിലുള്ള, ഒരുപക്ഷെ മലൈക്കോട്ടെ വാലിബിനൊക്കെ പോലെ കമ്പയർ ചെയ്യാവുന്ന ഫാൻറ്റസിയും പിന്നെ എക്സ്ട്രാവേഗൻ്റ് ആയിട്ടുള്ള പ്രണയരംഗങ്ങളും ആക്ഷൻ രംഗങ്ങളും 3D, പണ്ട് മൈഡിയർ കുട്ടിച്ചാത്തനൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ കണ്ടത് ഓർമ്മ വരും. ഞാൻ ഇപ്പോൾ അടുത്ത കാലത്തൊന്നും 3D പടം കണ്ടിട്ടില്ല. ഇംഗ്ലീഷിൽ ഏതൊക്കെയോ പടം 3D വന്നിരുന്നു, മലയാളത്തിൽ 3D ഇപ്പോൾ ഏതാ വന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇനി ബറോസ് വരുന്നുണ്ട് 3D അത്രേ, അതിൻ്റെ റിലീസ് നീട്ടിയത് ഈ ARM ഉള്ളതുകൊണ്ടാണ് അത്രേ. അപ്പോൾ ഈ ARM 3D എക്സ്പീരിയൻസ് നല്ല രസമായിട്ട് എനിക്ക് തോന്നി. കുട്ടികളും ഫാമിലിയായിട്ട് മസ്റ്റ് വാച്ചായിട്ട് തിയേറ്ററിൽ നിന്ന് കാണേണ്ട ഒരു പടമാണ്. അടിച്ച് കസറിയിട്ട് അതും പോകുന്നുണ്ട്, ഒപ്പത്തിനൊപ്പമാണ്. 2 പടങ്ങളും വിജയിക്കട്ടെ. ജഗദീഷ് ഏതൊരു ഫിലിം പ്രൊമോഷൻ, കിഷ്കിന്ധാകാണ്ഡത്തിൻ്റെ ഫിലിം പ്രൊമോഷനിൽ പറയുന്നുണ്ട്, ഓണത്തിന് മലയാളികൾ 2 സിനിമയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. കാരണം ജഗദീഷിന് 2ഉം വിജയിക്കണം എന്നാണ്. കാരണം ഇത് 2ലും ജഗദീഷ് ഉണ്ട്. കാര്യമായ ഒരു ചെറിയ റോളിലാണെങ്കിൽ പവർഫുൾ റോളിൽ ഇപ്പോൾ ജഗദീഷിൻ്റെ പോക്ക് നമുക്കറിയാമല്ലോ, മൊത്തം വെറൈറ്റി ചൂസ് ചെയ്തില്ല. അപ്പോൾ 2 വെറൈറ്റി റോൾസിൽ ജഗദീഷ് ഉണ്ട്. അത് ഇത് 2 കോമൺ ഫാക്ടറാണ്. എന്ന് പറഞ്ഞ പോലെ 2 സിനിമകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് പിന്നെ തിയേറ്ററിൽ തന്നെ. പക്ഷേ ARMനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ മേക്കിങ്ങിന് വേണ്ടി അവർ കഷ്ടപ്പെട്ട മേക്കേഴ്സ് പുതുമുഖങ്ങളാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, ഡയറക്ടറും റൈറ്ററും ഒക്കെ. നല്ല രസമായിട്ടുണ്ട്. ആക്ഷന് വേണ്ടി ടോവിനോ മെനക്കെട്ടത്. പിന്നെ അതിൽ ഡയലോഗ്, ചില പഞ്ച് ഡയലോഗ്സ് ഒക്കെ ഉണ്ട്. കള്ളനാണോ പോലീസാണോ ആദ്യം ഉണ്ടായത് എന്ന് മണിയൻ്റെ ഇപ്പോൾ ക്യാരക്ടർ വളരെ രസമായിട്ട് ടോവിനോ ചെയ്തിട്ടുണ്ട്. പിന്നെ വടക്കൻ വീരഗാഥനെല്ലാം ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള കളരിപ്പയറ്റ് രംഗങ്ങളും പിന്നെ നല്ല ത്രില്ലടിച്ച് തന്നെ ഒട്ടും ലാഗില്ലാതെ രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റിയ ചില കുന്തവും കല്ലും ഇതൊക്കെ നമ്മുടെ തീഗോളങ്ങളൊക്കെ കണ്ണിലേക്ക് വരും. 3D കണ്ണട വെച്ചിട്ടാണല്ലോ എല്ലാവരും കാണുന്നത്. അത് നല്ല രസകരമായിട്ട് തന്നെ ARM അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ 50 കോടി ക്ലബിലെത്തി. പടം 2ഉം മെഗാമാസ് വിജയങ്ങളായി മാറട്ടെ. ARMനെ സംബന്ധിച്ചിടത്തോളം വലിയ ബഡ്ജറ്റിൽ ഒരുക്കിയതായതുകൊണ്ട് കുറേ അധികം ഏൺ ചെയ്താലേ അതൊരു വലിയ ഹിറ്റിലേക്ക് പോവുകയുള്ളൂ. അതൊരു 100 കോടി ക്ലബിലേക്കൊക്കെ കടക്കട്ടെ എന്ന് 100 കോടി ക്ലബ്ബ് കടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്കറിയാം 2018 എന്ന ടോവിനോൻ്റെ തന്നെ പടമാണ് മലയാളത്തിലെ ഏറ്റവും വലിയ നമ്പർ 1 പണംവാരി പടം. ടോവിനോ തോമസ് എന്ന നടൻ 50ാമത്തെ സിനിമയിലെത്തി നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ, ഈ ടോവിനോ തോമസ് ഒക്കെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വളരെ കഷ്ടപ്പെട്ട് സിനിമ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ, ഗോഡ് ഫാദറൊന്നും ഇല്ലാതെ വന്ന ആളാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ സിനിമ, സൂപ്പർ സ്റ്റാറുകളുടെ പടം ഇല്ലാതിരുന്നിട്ട് കൂടി ഏറെ മനസ്സംതൃപ്തിയോടെ തന്നെ എല്ലാ മലയാളികളും നെഞ്ചേറ്റിയതിൽ വളരെ നല്ല ഒരു സംഗതി കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ കിഷ്കിന്ധാകാണ്ഡത്തിലെ ആസിഫ് അലി ആയാലും എല്ലാം തന്നെ ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത, ഗോഡ് ഫാദേഴ്സ് ഇല്ലാതെ തന്നെ വന്നവരാണ്. ഈ അടുത്ത് ഫീൽഡ് ഔട്ടായി എന്നൊക്കെ ആസിഫ് അലിനെ കുറിച്ച് പറയുന്നത് കേട്ടിരുന്നു. അപ്പോൾ ആസിഫ് അലി കുറേ ശക്തമായ തിരിച്ചു വരവ് നടത്തുന്നു. ടോവിനോ തോമസ് ശക്തമായി തന്നെ നിലനിൽക്കുന്നു. വളരെ വലിയ ക്യാൻവാസിലുള്ള, ശരിക്കും പറഞ്ഞാൽ പാൻ ഇന്ത്യൻ, കാന്താര, മറ്റേ ഇതുപോലെയുള്ള പടങ്ങളൊക്കെ ഇല്ലേ, അതുപോലൊരു പടമാണ് ARM. ഭയങ്കരമായ മെഗാ പാൻ ഇന്ത്യൻ പടമാണ് ARM. 3D പടം. ഓൾ ഇന്ത്യ ഓഡിയൻസിനെ ഡബ് ചെയ്തിട്ട് തെലുങ്കിലും കന്നഡയിലും പിന്നെ തെലുങ്കിലും കന്നഡയിലും തമിഴിലൊക്കെ കാണിക്കാൻ പറ്റിയ പടം. കാണിക്കുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. അതീവ രസകരമായിട്ട് തന്നെ അതും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് ഈ 2 സിനിമകളെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ വിലയേറിയ കമൻസുകൾ നിങ്ങൾ ഇതിലിടണം. പ്രമേഹത്തിനെ കുറിച്ച് ഞാൻ നടത്തിയ വീടിനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞിരുന്നോ ഇല്ലയോ, ആദ്യമായിട്ട് അറിയുന്നെങ്കിൽ വാവെന്ന് പറഞ്ഞൊരു കമൻറ്റ് ഇടുക.
പിന്നെ വിജയരാഘവനെ കുറിച്ച് പറഞ്ഞത് അണ്ടർ ആക്റ്റഡ് ആക്ടറാന്നുള്ള കാര്യം, പിന്നെ ആ വീടിനെ കുറിച്ച് പറയും. പിന്നെ അതുപോലെ ദൃശ്യമായിട്ട് നടത്തിയ കമ്പാരിസനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കിഷ്കിന്ധാ കാണ്ഡത്തിൻ്റെത്. പിന്നെ ARM ടൊവിനോ തോമസ് ഇത്രയും റിസ്ക് എടുത്ത് ഇത്രയും വലിയ ക്യാൻവാസിൽ ചെയ്ത പടം അർഹിച്ച വിജയം കിട്ടുന്നില്ല, കിഷ്കിന്ധായിട്ടുള്ള കോമ്പറ്റീഷൻ കാരണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വിജയരാഘവൻ ഇതിലുള്ള പെർഫോമൻസ് ഒരു അവാർഡ്, സ്റ്റേറ്റ് അല്ലെങ്കിൽ നാഷണൽ അവാർഡിന് അർഹതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? തുടങ്ങിയ കാര്യങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. സിനിമയുടെ ആസ്വാദനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇനിയും വീഡിയോസ് ചെയ്യാം. ഒക്ടോബറിൽ എനിക്ക് തോന്നുന്നു വരിവരിയായി മമ്മൂട്ടിൻ്റെയൊക്കെ പടങ്ങൾ, ഡൊമിനിക്കും, പിന്നെ അതിന് മുമ്പ് ബസൂക്ക, ഡൊമിനിക്ക് ആദ്യം വരാമെന്നൊക്കെ ഇപ്പോൾ കേൾക്കുന്നു. ബസൂക്ക എല്ലാവരും വെയിറ്റ് ചെയ്ത പടമാണ്. മലയാള സിനിമയുടെ വസന്തം തിരിച്ചു വരട്ടെ. ഫഹദ് ഫാസിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പോൾ ഇതൊക്കെ റിലീസായപ്പോൾ, ഒരുപക്ഷെ ഇതൊക്കെ കണ്ടിട്ടായിരിക്കും, ARM കിഷ്കിന്ധാ കാണ്ഡൊക്കെ കണ്ടിട്ടായിരിക്കും, മലയാള സിനിമയിൽ അടുത്ത 5 കൊല്ലം എങ്ങനത്തെ പടം വേണമെങ്കിലും എടുക്കാം എന്നാണ്. എന്നുവെച്ചാൽ എങ്ങനത്തെ വലിയ പരീക്ഷണങ്ങളും പരീക്ഷിക്കാൻ പറ്റിയ ഒരു റൈറ്റ് ടൈം ഓൾ ഇന്ത്യ ഫിലിം. ബോളിവുഡൊക്കെ ഡൗണായി നിൽക്കുന്ന സമയത്ത് തെലുങ്കും കന്നഡയും പോലെ മുമ്പൊന്നും അത്ര ഇതില്ലാത്ത പടങ്ങൾ ഇൻഡസ്ട്രിയിൽ അടിച്ചു കയറുമ്പോൾ ഇപ്പം വീണ്ടും മലയാളത്തിലേക്കാണ് കണ്ടൻറ് എന്ന നിലക്ക്. ബഡ്ജറ്റോ ഇതോ പിന്നെ 1000 കോടി 600 കോടി അതൊന്നുമല്ല, കണ്ടൻറ്റിൻ്റെ പവർ, ചുരുങ്ങിയ ബഡ്ജറ്റിൽ കണ്ടൻറ്റിൻ്റെ പവർ കൊണ്ട് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ മലയാള സിനിമയിൽ പരീക്ഷണങ്ങൾ, മമ്മൂട്ടിയൊക്കെ പരീക്ഷണങ്ങളുടെ അങ്ങേയറ്റ കൊടുമുടിയിൽ നിൽക്കുകയാണ്. ബ്രഹ്മയുഗം, കാതൽ, റോഷാക്ക് പോലുള്ള സാധനങ്ങൾ, ജഗദീഷിൻ്റെയൊക്കെ പുതിയ അവതാരങ്ങൾ, അതുപോലെ ഏത് തരത്തിലുള്ള പരീക്ഷണങ്ങളും നടത്താൻ പറ്റിയ ഉചിതമായ സമയമാണ് ഇത് എന്ന്. അപ്പോൾ ഒക്ടോബറിൽ മമ്മൂട്ടീൻ്റെ ബസൂക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ റിവ്യൂസ് ഇടാം, മറ്റു പടങ്ങൾ വന്ന റിവ്യൂസ് ഇടാം. ബിക്കോസ് മമ്മൂട്ടി, കമലഹാസൻ്റെ ഒരു ലൈനാണ് ഇപ്പോൾ പിടിച്ചിട്ടുള്ള, വെറൈറ്റിയാണ്. വിനായകൻ നായകനും മമ്മൂട്ടി വില്ലനായിട്ടൊക്കെ വരുന്നുണ്ടെന്നൊക്കെ അവിടെ ഇവിടെയൊക്കെ കണ്ട്. അപ്പോൾ കൂടുതൽ റിവ്യൂസ് ഇടാം. നിങ്ങൾ കമൻ്റ് ഇടുക, ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറെ പ്രതീക്ഷയുണ്ട്. പുതിയ വീഡിയോസ് ഉടനെ തന്നെ ഇടാം. ഒരുപാട് നീട്ടുന്നില്ല. താങ്ക് യു ഫോർ വാച്ചിങ്.